മാന്നാർ നായർ സമാജം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റ് ചിത്രീകരിച്ച ഒരു പുസ്തകം കഥ പറയുന്നു എന്ന വീഡിയോ ശ്രദ്ധേയമാകുന്നു. വിദ്യാലയത്തിലേക്ക് എന്നോ പുസ്തകക്കെട്ടുകളുടെ കൂടെ എത്തിച്ചേർന്ന ഒരു പുസ്തകം അതിന്റെ ജീവിതകഥ പങ്കുവെക്കുകയാണ് ഈ റീൽസിലൂടെ. ഏതോ കാലത്ത് ആരുടെയോ കൈകളിൽ ഒരുപാട് കൂട്ടുകാർ ഞാൻ ഈ വിദ്യാലയത്തിലേക്ക് കടന്നു വന്നു. ഇരുട്ടടഞ്ഞ് ആ മുറിയുടെ വാതിൽ തുറക്കുമ്പോൾ പ്രതീക്ഷയോടെ ഒരു പുതിയ ലോകത്തേക്ക് കടന്നു ചെന്നു. ഒരു കാലത്ത് ഒരുപാട് കൈകൾ മാറി സഞ്ചരിച്ച് ജീവിച്ചിരുന്ന പുസ്തകം ഇന്ന് എല്ലാവരാലും വിസ്മരിക്കപ്പെട്ട കൂട്ടുകാരില്ലാതെ വിതുമ്പിപ്പോവുകയാണ്. എന്നെങ്കിലും ആരെങ്കിലും ഇനിയും കൂട്ടുവരുമെന്ന പ്രതീക്ഷയോടെ പുസ്തകത്തിന്റെ കഥ അവസാനിക്കുന്നു. 1 മിനിറ്റോളം ദൈർഘ്യം വരുന്ന ചിത്രത്തിന്റെ അണിയറയിൽ ലിറ്റിൽ കൈറ്റ്സ് വിദ്യാർത്ഥികളാണ് പ്രവർത്തിച്ചത്. വായനാശീലം കുട്ടികളിൽ വളർത്തുവാൻ ആധുനിക സാങ്കേതിക വിദ്യയിലൂടെ പരിശ്രമിക്കുകയാണ് ഉദ്ദേശമെന്ന് ലിറ്റിൽ കൈറ്റ്സ് ടീം വ്യക്തമാക്കി. ഇതിൽ കഥാപാത്രം പുസ്തകം തന്നെയാണ്. കഥാപാത്രം ആയ പുസ്തകം തന്റെ കഥ നമ്മളോട് വിവരിക്കുകയാണ്. എന്നോ ആരുടെയോ കയ്യിൽ ഈ വിദ്യാലയത്തിലേക്ക് കടന്നു വന്ന പുസ്തകം ഒരുപാട് ആൾക്കാരുടെ രാത്രികളിൽ പങ്കുചേർന്ന പുസ്തകം. എന്നാൽ ഇന്ന് അനാഥമായ പുസ്തകം. ആ പുസ്തകത്തിന്റെ കഥയാണ് ഈ റീൽസിലൂടെ പങ്കുവെച്ചത്. ഇന്ന് വായന അകന്നു പോവുകയും കുട്ടികളെല്ലാം സ്ക്രീനിൽ മാത്രം ജീവിതം ഒതുക്കുകയും ചെയ്യുന്നത് കൊണ്ട് എത്ര ഉപദേശിച്ചാലും ചിലപ്പോൾ അവരുടെ മനസ്സിലേക്ക് ഈ തീം ചെല്ലണമെന്നില്ല. അതുകൊണ്ടാണ് റീൽസിലൂടെ തന്നെ വീണ്ടും പുസ്തകത്തിലേക്ക് വരാനുള്ള ഒരു ആഹ്വാനം കൊടുക്കാൻ ഞങ്ങൾ ഇത്തരത്തിൽ ഒരു റീൽ പ്ലാൻ ചെയ്തത്. അത് ഒരു പരിധിവരെ വിജയിക്കുകയും നല്ല റെസ്പോൺസ് കിട്ടുകയും ചെയ്യുന്നുണ്ട്. സ്കൂൾ പ്രഥമാധ്യാപിക ടി സരിത, കൈറ്റ്സ് മെന്റർമാരായ മാധവൻ നമ്പൂതിരി, നിഷ എൻ പിള്ള എന്നിവരുടെ നേതൃത്വത്തിലാണ് റീൽസിന്റെ അണിയറ പ്രവർത്തനങ്ങൾ നടന്നത്.